ഓരോരുത്തരുടെയും പ്രകൃതിക്ക് അനുസൃതമായ ദിക്ർ കണ്ടെത്തുന്നത് എങ്ങനെ? ഇതാണ് നമ്മുടെ ചർച്ച. അള്ളാഹുവിന് സുന്ദരമായ ഒരുപാട് നാമങ്ങളുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ കുറേ നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥന നടത്തണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ നമുക്കറിയാവുന്ന നാമങ്ങളാണ് 99 നാമങ്ങൾ. ആരെങ്കിലും അത് മനഃപ്പാടമാക്കിയാൽ അവന് സ്വർഗം സുനിശ്ചിതമാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ നിന്ന് നമ്മുടെ നാമത്തോട് യോജിപ്പുള്ള നാമം കണ്ടെത്തി അത് നിരന്തരമായി ചൊല്ലുകയും ഒരാവശ്യം മുമ്പിൽ വെച്ചുകൊണ്ട് നാം ആ എണ്ണം ചൊല്ലി പൂർത്തിയാക്കി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഉത്തരവും ഫലപ്രാപ്തിയും അള്ളാഹുവിനോടുള്ള സാമീപ്യം കൂടുതൽ കരസ്ഥമാകാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അൽ ജവാഹിറുൽ ലമ്മാ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ അഷേഖ് അലി അബു ഹയ്യില്ലാഹിൽ മർസൂഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആദ്യം നമ്മൾ എന്ത് വേണം? നമ്മുടെ പേരിൻ്റെ മൂല്യം കണ്ടെത്തണം. ഇപ്പോൾ എൻ്റെ പേര് സുബൈർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മൂല്യം 219 അല്ലേ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സുബൈർ എന്ന നാമത്തിൻ്റെ മൂല്യം എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. 219 ബോധ്യപ്പെടില്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിലെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള അക്ഷരം ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രകൃതി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. സുബൈർ എന്നുള്ളതിൽ റാ ആണ് ഏറ്റവും മൂല്യമുള്ള അക്ഷരം. കാരണം അത് 200 ആണല്ലോ. 4 പ്രകൃതിയാണുള്ളത്. നത്ഹം ഫോർമുല അനുസരിച്ച് നമുക്കത് കണക്കാക്കാം. നാരിയ്, തുറാബിയ്, ഹവായിയ്, മായിയ്. നിങ്ങൾ നോക്കൂ. അഹ്ത്വം ഫസദ് നാരിയ്, ബവയൻ സത്തുല് തുറാബിയ്, ജസ്കസ് കസല് ഹവായിയ്, ദഹ്ലഇറഖ് മായിയ്, നത്ഹം. ഇതാണ് ഫോർമുല. അപ്പം നമ്മുടെ അക്ഷരത്തിൻ്റെ മൂല്യം നമ്മൾ കണക്കാക്കുക. ഇപ്പം സുബൈറിലെ 200 ഏറ്റവും മൂല്യമുള്ള അക്ഷരം. 200-ൽ റാ എന്നുള്ളത് ഏതിലാ വന്നത്? അഹ്ത്വം ഫസദ്, ബവയൻ സത്തുല്, ജസ്കസ് കസല്, ദഹ്ലഇറഖ് 4-മത്തതിലാണ്. അപ്പോൾ അത് മാഇ ആണെന്ന് കണ്ടെത്തി. ഇനി അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് മാഇ ജലപ്രകൃതമുള്ള ഇസ്മുകൾ മാത്രം കണ്ടെത്തി 219 എന്ന എൻ്റെ പേരിൻ്റെ മൂല്യത്തോട് യോജിച്ചുള്ള നാമങ്ങളെ കണ്ടെത്തണം. എന്നിട്ട് അതിലേക്ക് തഹ്ലീലിൻ്റെ വാചകം കൂട്ടിക്കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെതിപ്പോൾ 219 യോജിപ്പുള്ള നാമം ഏതാണെന്നറിയോ? ഹസീബ്, ജലീല്, വക്കീല്. 219 ഇതിൽ ഒരു ഇസ്മ് ഹവായി ആണ്, ബാക്കിയുള്ളത് രണ്ടും മാഇ ആണ്. മാഇ ആയ പ്രകൃതമനുസരിച്ച് നമുക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഒരു പ്രകൃതത്തിലുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഹവയും മായിയും കൂട്ടിയാണ് 219 കണ്ടെത്തിയത്. ഇങ്ങനെ ഓരോരുത്തരും നിങ്ങളുടെ പ്രകൃതമനുസരിച്ചുള്ള ദാത്തിയായ ദിക്ർ കണ്ടെത്തിയിട്ട് അതിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂട്ടിക്കൊടുത്ത് പൂർത്തിയാകുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ എന്നും കൂടി ചൊല്ലി പര്യവസാനിപ്പിക്കുക. എനിക്ക് ഈ വിഷയം കൈമാറി തന്നത് ദ്വീപിലെ ഒരു ഐദുറൂസ് തങ്ങളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്ന ഏത് ഒരു രോഗിയും അവരുടെ എന്ത് പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരമായി നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ഈ ദാത്തിയായ ദിക്റാണ്, അഥവാ ഓരോരുത്തരുടെയും പ്രകൃതമനുസരിച്ചുള്ള ദിക്ർ. അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ അഗ്രഗണ്യനായിരുന്നു. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർ കണ്ടെത്താൻ വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഫോർമുല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളത് കോപ്പി ചെയ്ത് ജെമിനിയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും യോജിപ്പുള്ള ദിക്ർ ഏതാണെന്ന് കണ്ടെത്താൻ കഴിയും. ആ ദിക്റിൽ അലിഫ്ലാം ചേർക്കണം. അതോടൊപ്പം തന്നെ
എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂട്ടിക്കൊടുക്കണം. എണ്ണം പൂർത്തിയാകുമ്പോൾ ഇപ്പം എൻ്റെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹസീബുൽ ജലീലുൽ വക്കീൽ, അവസാനം 219 പൂർത്തിയായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. മനസ്സിലായില്ലേ? ഇതുപോലെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ പ്രകൃതമനുസരിച്ചുള്ള ദിക്ർ ചൊല്ലി തീർക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്മാഉൽ ഹുസ്ന നമുക്കറിയാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ അംഗീകരിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ആ നാമങ്ങൾ നമ്മുടെ പ്രകൃതിയോട് യോജിച്ചുള്ള നാമങ്ങൾ കണ്ടെത്തി നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹുവിൻ്റെ സ്പെഷ്യലായ കാവലും സഹായവും അടുപ്പവും, നമ്മൾ എന്തൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇത് ചൊല്ലിത്തീർക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള നല്ല വഴിയും എളുപ്പമാകുമെന്ന് അൽ ജവാഹിറുൽ ലമ്മാ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഷെയ്ഖ് അലി അബു ഹയ്യ അൽ മർസൂഖി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് നിങ്ങൾക്ക് ഈ ഇബാറത്ത് ഗൂഗിൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നാമങ്ങൾ കണ്ടെത്തി കമൻ്റ് ചെയ്യുകയും കിട്ടാത്ത ആളുകൾ ആരാണ് എന്ന് പ്രത്യേകം കമൻറ്റിൽ അറിയിക്കുകയും ചെയ്താൽ നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലെ നാമങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്തു കൊടുക്കും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അറിയാവുന്ന ആളുകൾ അത് നിർവഹിച്ചു കൊടുക്കുക. പരമാവധി ഇത് ഷെയർ ചെയ്യുക. ഇത് നമുക്ക് ആഖിറത്തിലേക്കൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പരമാവധി നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.